കൊക്കക്കോള പൂട്ടിച്ചവർ, പെപ്സിയെ പൂട്ടിച്ചവർ ആണ് അവിടുത്തെ ജനങ്ങൾ. ആ ജനങ്ങൾ ഇവിടെ ബ്രൂവറിയും ഡിസ്റ്ററിയും അനുവദിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഗവൺമെൻറ് എത്ര വിചാരിച്ചാലും പാലക്കാട്ടെ ജനങ്ങളെ ഇവിടെ പ്രതിരോധത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, CPIയും മറ്റ് ഘടകകക്ഷികളുണ്ടല്ലോ, RJD പോലുള്ള, അവർക്ക് അവരുടെ ആത്മാർത്ഥത തെളിയിക്കേണ്ട സമയമാണിത്. എക്സൈസ് മന്ത്രി പറയുന്നത് ഞങ്ങൾ CPIയോട് സംസാരിച്ചാൽ ഈ പ്രശ്നം തീരുമോ? നാട്ടിൽ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർക്ക് കുടിവെള്ളം കൊടുക്കുകയാണോ വേണ്ടത്? കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർക്ക് വെള്ളം കൊടുത്ത് കൃഷി ചെയ്യിക്കുകയാണോ വേണ്ടത്? അതോ ബ്രൂവറിയും ഡിസ്റ്ററിയും അനുവദിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണോ വേണ്ടത്? ഈ ഗവൺമെൻറ് വലിയ ഒരു അഴിമതിക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. ഈ ബ്രൂവറിയും ഡിസ്റ്ററിയും ഇവിടെ ആരംഭിക്കാൻ ശ്രമിക്കുന്നത് തന്നെ അഴിമതിക്ക് വേണ്ടിയാണ്. ഇന്ന് ഈ ഗവൺമെൻറ് സ്ലോട്ടർ ടാപ്പിംഗ് ആണ്. സർക്കാരിന് ഇനി അധികം കാലമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ എല്ലാ അഴിമതിയും നടത്തിക്കളയാം എന്നുള്ള ധാരണയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ടോൾ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ടോള് വെക്കാൻ പോകുന്നത്. കിഫ്ബി കേരളത്തിലെ ജനങ്ങളുടെ പണം കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മൾ കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സാണ് കിഫ്ബിയുടെ പ്രധാന വരുമാനം. ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന റോഡുകൾ മുഴുവൻ ടോൾ ഏർപ്പെടുത്തി കളയുമെന്നുള്ള ഭീഷണി പിണറായി വിജയൻ സ്വീകരിക്കാൻ ശ്രമിച്ചാൽ ആ ടോൾ ബൂത്തുകൾ നമ്മൾ തന്നെ തല്ലി തകർക്കുമെന്ന കാര്യത്തിൽ സംശയം വേണം. കേരളയിൽ കൊണ്ടുവന്നപ്പോൾ സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ ജനങ്ങൾ പിഴുതെറിഞ്ഞു. അതുപോലെ ഈ ടോൾ ബൂത്തുകളും ജനങ്ങളുടെ സഹകരണത്തോടെ അത് പ്രതിരോധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മംഗള സേവാദളിൻ്റെ പ്രശ്നങ്ങളൊക്കെ GS ബാബു കരുത്തനായ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ ഓഫീസ് ചാർജ് കൂടെയുള്ള ആളാണ്. അതുകൊണ്ട് അവരിവിടെ ഉന്നയിച്ച 2-3 ജയകുമാരി ഇവിടെ പറഞ്ഞ 2-3 കാര്യങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് മംഗള സേവാദളിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അർഹതപ്പെട്ട വിജയസാധ്യതയുള്ള സേവാദൾ മഹിളാ വിഭാഗത്തെ പരിഗണിക്കാൻ കൂടി ബാബു അതിന് മുൻകൈ എടുക്കണമെന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് മഹാനായ ഹാഡിക്കർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ സമശീർഷനായിരുന്ന വ്യക്തിയാണ് ശ്രീ ഹാഡിക്കർ. അദ്ദേഹം ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്യാരിജാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോഴും പ്യാരിജാനായിരുന്നു ഇവിടുത്തെ ചാർജ്. അപ്പോൾ പ്യാരിജാൻ സ്ഥിരം കേരളത്തിൻ്റെ ചാർജാണ്. തീർച്ചയായിട്ടും അവരുടെ നേതൃത്വത്തിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. രമേശൻ കരുവാശ്ശേരി ഈ പ്രസ്ഥാനത്തെ നന്നായി നയിക്കുകയാണ്. ഈ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. അദ്ദേഹത്തിൻ്റെ ഈ സംസ്ഥാന ക്യാമ്പിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്.